നല്ല സുഹൃത്തുക്കളായിട്ടുള്ള, നമ്മുടെ നാടൻ ഭാഷയിലൊക്കെ പറഞ്ഞ ചങ്ക് ഫ്രണ്ട് എന്നൊക്കെ പറയുന്നത് പോലെ, അങ്ങനെ നല്ല വെരി ക്ലോസ് ആയിട്ടുള്ള, ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിനകത്ത് കഴിഞ്ഞിരുന്ന രണ്ട് വ്യക്തികൾ ഏതെങ്കിലും തരത്തിൽ ഒന്ന് അകന്നാൽ, ഒരുപക്ഷെ അത് സാധാരണഗതിയിൽ സംഭവിക്കുന്ന എന്തായിരിക്കും, എന്തെങ്കിലും ഒരു ചതിവ് ഒരാളിൽ നിന്നുണ്ടായിക്കഴിഞ്ഞാൽ ഒരു വലിയൊരു വിള്ളൽ ഈ ഫ്രണ്ട്ഷിപ്പിനകത്ത് വീഴും. ചിലപ്പോൾ അത് വലിയ വൈരാഗ്യത്തിലേക്കോ ശരിക്കും വെറുപ്പിലേക്കോ അല്ലെങ്കിൽ മനസ്സിനകത്ത് വല്ലാത്ത ഒരു പകയുണ്ടാകുന്ന രീതിയിൽ ആ ഫ്രണ്ട്ഷിപ്പ് ബ്രേക്കാകും. സോ അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ബ്രേക്കാകാനുള്ള സാധ്യത എല്ലാ ആൾക്കാർക്കുമുണ്ട്. സോ അങ്ങനെ ബ്രേക്കാകുന്ന ഒരു സിറ്റുവേഷനിൽ നല്ല സൗഹൃദത്തിലിരുന്ന വ്യക്തി ആ സൗഹൃദത്തിനകത്ത് വലിയൊരു ചതിവ് പറ്റിയിട്ട് അല്ലെങ്കിൽ വലിയൊരു ആശയക്കുഴപ്പമുണ്ടായിട്ട് നമ്മൾ സ്പ്ലിറ്റായി വൈരാഗ്യത്തോടുകൂടെ, വെറുപ്പോടെ, പകയോടുകൂടെയാണ് ജീവിക്കുന്നതെന്നുണ്ടെങ്കിൽ എന്താണ് അതിനൊരു ഓൾട്ടർനേറ്റീവ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അങ്ങനെ നമ്മെ ചതിച്ചിട്ട് പോയ, നമുക്ക് എന്തെങ്കിലും പാരകൾ പണിതിട്ട് പോയ ഒരു സുഹൃത്തിനോട് നമുക്ക് മനസ്സിനുണ്ടാകുന്ന തീരാത്ത വിദ്വേഷം, പക, കോപം, ഇതിനെ അതിജീവിക്കാനായിട്ട് ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ വ്യക്തി ഇത്തരക്കാരനാണ് എന്ന് എൻ്റെ മനസ്സിനൊന്ന് പഠിപ്പിക്കുക. ഒരുപക്ഷെ ആ വ്യക്തിയെ നമുക്ക് ഒരിക്കലും തിരുത്താൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ആ വ്യക്തിയെ ഒന്ന് ട്രെയിൻ ചെയ്ത് അദ്ദേഹത്തിന് നന്നാക്കി എടുക്കാൻ പറ്റത്തില്ല. ആ വ്യക്തിയുടെ പ്രകൃതം അങ്ങനെയാണ്. സോ ആ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായത് എനിക്ക് ആ വ്യക്തിയിൽ നിന്ന് ഒന്ന് അകലാൻ വേണ്ടിയിട്ട് ദൈവം വെച്ച ഒരു മെത്തേഡായിട്ട് ഞാൻ എന്നെ തന്നെ പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ അതങ്ങനെ സംഭവിച്ചത് നന്നായി, അല്ലെങ്കിൽ ഇതിലും വലിയൊരു കാര്യം വന്നേനെ എന്ന് നമുക്ക് സ്വയം നമ്മുടെ മനസ്സിനെ പഠിപ്പിക്കാനായി കഴിഞ്ഞാൽ ആദ്യത്തെ കാര്യം ഓക്കെ ആയി. ഇനി രണ്ടാമത്, ചിലപ്പോൾ ആ വ്യക്തി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ കാണേണ്ടി വരും, ഫേസ് ടു ഫേസ് നമുക്ക് ചിലപ്പോൾ കാണേണ്ടി വരും, അല്ലെങ്കിൽ ആ വ്യക്തിയുമായിട്ട് ഏതെങ്കിലുമൊക്കെ കാര്യത്തിനകത്ത് ചില കാര്യങ്ങൾ, ചിലപ്പോൾ ഓഫീസിലെ കൊളീഗാകാം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ പഠിക്കുന്ന വ്യക്തികളാകാം, അങ്ങനെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ആ വ്യക്തിയുമായിട്ട് വീണ്ടും നമ്മൾ അസോസിയേറ്റ് ചെയ്യേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയെ നമ്മൾ ഒരു പഴയകാല ആത്മാർത്ഥ സുഹൃത്തായിട്ട് കൺസിഡർ ചെയ്യുന്നതിന് പകരം നോർമലായി നമ്മൾ ഒരു മറ്റേതെങ്കിലും ഒരു വ്യക്തിയെ കാണുമ്പോൾ ഉള്ള അതേ ഒരു പ്രകൃതം ആ വ്യക്തിയുമായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് ഒരു പക്ഷേ 1, 2, 3 പ്രാവശ്യമൊന്നും നമുക്ക് പറ്റിയെന്നിരിക്കത്തില്ല. സോ അവിടെ നമ്മുടെ മനസ്സിനെ നമ്മൾ തന്നെ ഒന്ന് ട്രെയിൻ ചെയ്യണം. ഈ വ്യക്തിയുമായിട്ട് എനിക്കിപ്പോൾ പഴയതുപോലുള്ള ഒരു സൗഹൃദ ബന്ധമല്ല ഉള്ളത്. നമ്മൾ ഈ മറ്റേതെങ്കിലും ഒരു സാധാരണ ഒരു അൺനോൺ ആയിട്ടുള്ളൊരു വ്യക്തിയെ കാണുന്നത് പോലെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വ്യക്തിയെ കാണുന്നത് പോലെ, അത്രയും ഒരു പേഴ്സൺ എന്നുള്ള നിലയിൽ നമ്മൾ അയാൾക്ക് റെസ്പെക്റ്റ് കൊടുക്കുന്നു, അദ്ദേഹവുമായിട്ട് സഹകരിക്കുന്നു എന്നുള്ള രീതിയിൽ നമ്മുടെ മനസ്സിനൊന്ന് പാകപ്പെടുത്തിയെടുക്കുക. സോ അദ്ദേഹത്തിനോടുള്ള വെറുപ്പും വിദ്വേഷവും നമ്മുടെ മനസ്സിനകത്തിട്ട് അതിനൊന്ന് ഇല്ലായ്മ ചെയ്യുക. സോ ഇത് പറയുമ്പോൾ ഇത് വലിയ സിമ്പിൾ ടാസ്ക്കായിട്ട് ഞാൻ പറയുന്നില്ല. സോ ഇത് ആർജിച്ചെടുക്കാനായിട്ട് നമുക്ക് കുറച്ച് ടെക്നിക്സുകൾ ഉപയോഗിക്കേണ്ടി വരും. ഒന്നെന്ന് പറയുന്നത് സ്പിരിച്വാലിറ്റിയാണ്. സോ സ്പിരിച്വാലിറ്റിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഈ വ്യക്തിയോട് ക്ഷമിക്കാനും പൊറുക്കുവാനുമായിട്ടുള്ള ടെക്നിക്സ് നമുക്ക് ആർജിച്ചെടുക്കാൻ പറ്റും. മറ്റൊന്ന് നമ്മുടെ മൈൻഡിനെ ഒന്ന് എംപവർ ചെയ്യുന്ന കാര്യമാണ്. സോ ഈ വ്യക്തിയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നമ്മുടെ മനസ്സിൽ കിടക്കുന്ന ചിന്തകളെ, വെറുപ്പിനെ, പകയെ നള്ളിഫൈ ചെയ്യാൻ, ന്യൂട്രലാക്കി കളയാൻ വേണ്ടിയിട്ടുള്ള മൈൻഡ് ട്യൂണിങ് ടെക്നിക്സ് നമുക്ക് അപ്ലൈ ചെയ്യാം. ആ രീതിയിൽ ഇതിനെ സോൾവ് ചെയ്യാം. മറ്റൊന്ന്, ഈ വ്യക്തിയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന സാഹചര്യങ്ങളെ, അല്ലെങ്കിൽ ഈ വ്യക്തിയുമായിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളെയൊക്കെ നമുക്കൊന്ന് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതൊന്ന് മിനിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ, ആ വ്യക്തിയുമായിട്ട് സഹകരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളെയൊക്കെ എന്ത് ചെയ്യുക, ഏറ്റവും മിനിമലായിട്ടുള്ള രീതിയിൽ കാണാൻ പറ്റിക്കഴിഞ്ഞാൽ ആ രീതിയിൽ നമുക്ക് തുടക്കത്തിൽ ഇതിനെ ഒന്ന് നള്ളിഫൈ ചെയ്തോ അല്ലെങ്കിൽ സിംപ്ലിഫൈ ചെയ്തോ ഒക്കെ കൊണ്ടുപോകാൻ പറ്റും. സോ ഇത്തരത്തിലുള്ള ടെക്നിക്സുകളാണ് നമുക്ക് ഈ കാര്യത്തിനകത്ത് ആവശ്യം.